സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ. വീണ്ടും ഒരിക്കൽ കൂടി ഇരു രാജ്യങ്ങളും മുഖാമുഖം വരുമ്പോൾ സോച്ചിയിലെ ആ രാത്രി എങ്ങനെ മറക്കാൻ? 11 പേരുമായി നങ്കൂരമിട്ട സ്പാനിഷ് കപ്പലിനെ ഒരു കൊടുങ്കാറ്റ് വന്ന് മുക്കിയ ദിവസം. ആദ്യം പെനൽറ്റിയിൽ റോണോയുടെ ഗോൾ, പിന്നാലെ ഡിയോഗോ കോസ്റ്റയുടെ മറുപടി. പക്ഷേ ആദ്യ പകുതി അവസാനിക്കാനിരിക്കെ റോണോ ഗോളിൽ പോർച്ചുഗൽ വീണ്ടും മുന്നിൽ. പക്ഷേ രണ്ടാം പകുതിയിൽ ഡിയോഗോ കോസ്റ്റയിലൂടെ കണ്ടത് സ്പെയിനിൻ്റെ അതിഗംഭീര തിരിച്ചുവരവ്. പിന്നാലെ നാച്ചോയുടെ ഗോളും ചേർന്നതോടെ സ്പെയിൻ മത്സരം ഉറപ്പിച്ചു നിൽക്കുന്നു. സമയം കൂടുന്തോറും പോർച്ചുഗൽ ബാക്ക്ഫുട്ടിലാണ്. അതിനിടയിലാണ് സ്പാനിഷ് ബോക്സിന് തൊട്ടുപുറത്ത് പോർച്ചുഗലിന് അനുകൂലമായൊരു ഫ്രീ കിക്ക് ലഭിക്കുന്നത്. ആര് കിക്കെടുക്കുമെന്നതിൽ അന്ന് പോർച്ചുഗലിന് കൂടുതൽ ആലോചനകളൊന്നും വേണ്ടി വന്നില്ല. സോച്ചിയുടെ ഹൃദയഭാഗത്ത് റോണോ വന്നു നിന്നു. ബലിഷ്ഠമായ കാലുകളകത്തി നെഞ്ചുവിരിച്ച് ശ്വാസമെടുത്ത് അയാളൊരു നിൽപ്പ് നിന്നു. ആ കണ്ണുകളിൽ അന്നുള്ളത് വന്യമായൊരു ഭാവം. റഫറി വിസിലടിച്ചു. പിന്നീട് നടന്നതെല്ലാം ചരിത്രം. ആ വരവും ആ നിൽപ്പും ഓർക്കുമ്പോൾ ഇന്നും ഒരു രോമാഞ്ചമാണ്. സ്പാനിഷ് മതിലിന് മുകളിലൂടെ ഡേവിഡ് ഡിഹയെ വെറും പ്രതിമയാക്കിയുള്ള ഒരു ഒന്നാം തരം ഷോട്ട്. സ്പാനിഷുകാരുടെ നെഞ്ച് തകർന്ന നിമിഷം. വീണ്ടും ഒരു സ്പെയിൻ പോർച്ചുഗൽ പോരാട്ടം വരുമ്പോൾ ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പോർച്ചുഗലും സ്പെയിനും അതിർത്തി പങ്കിടുന്ന അയൽരാജ്യങ്ങളാണ്. ഐബീരിയൻ പെനിൻസുലുള്ള രാജ്യങ്ങളായതിനാൽ ഐബീരിയൻ ഡെർബി എന്നൊരു പേര് കൂടിയുണ്ട്. അടുത്ത ലോകകപ്പിന് ഒരുമിച്ച് ആതിഥേയത്വം വഹിക്കുന്നവർ. പക്ഷേ ഈ പോരാട്ടത്തിന് ഇപ്പോൾ മറ്റൊരു ചൂടുകൂടിയുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ കാത്തിരിക്കുന്നത് റോണോ യമാൽ പോരാട്ടത്തിന് തന്നെയാണ്. ലെമീൻ യമാൽ ജനിക്കുന്നത് 2007 എന്നാൽ അതിനും 4 വർഷം മുമ്പ്, അതായത് 2003 തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ ദേശീയ ജേഴ്സിയിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു. അഥവാ യമാലിൻ്റെ പ്രായത്തിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളുമായാണോ പോരാട്ടം എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പ്രയാസമാണ്. എങ്കിലും ആരാധകർക്കിടയിൽ അങ്ങനെയൊരു പോരുണ്ട് എന്നതാണ് സത്യം. ഏറ്റവും ഒടുവിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയത് 2025 യുവേഫ നേഷൻസ് ലീഗിൻ്റെ ഫൈനലിലാണ്. സകല പ്രവചനങ്ങളും അന്ന് സാധ്യത കൽപ്പിച്ചത് സ്പെയിന് തന്നെ. ലെമീൻ യമാലാണെങ്കിൽ അന്ന് ഓവർ കോൺഫിഡൻസിൻ്റെ മലയിലും. പക്ഷേ അന്നും കണ്ടു റോണോയുടെ അവതാരം. സ്പെയിൻ 2-1 മുന്നിട്ട് നിൽക്കുമ്പോൾ റോണോയുടെ ഗോളിലാണ് പോർച്ചുഗൽ എന്ന സമനില പിടിച്ചത്. പിന്നീട് ഷൂട്ടൗട്ടിലേക്ക് നീണ്ട മത്സരത്തിൽ പോർച്ചുഗൽ കപ്പ് ഉയർത്തുകയും ചെയ്തു. യമാൽ വേഴ്സസ് റോണോ പോര് സോഷ്യൽ മീഡിയയെ ചൂടുപിടിപ്പിക്കാൻ കാരണം ലാ ലീഗയിലെ വൈരം തന്നെയാണ്. ക്രിസ്ത്യാനോക്കായി മഡ്രിഡിസ്റ്റുകൾ ഒരു വശത്തും മിശിഹായുടെ അനുഗ്രഹമുള്ള യമാലിനായി കാറ്റലോണിയൻ ഫാൻസ് മറുവശത്തും അണിനിരക്കും. ക്രിസ്ത്യാനോയുടെ ഐക്കോണിക് സെലിബ്രേഷനുകളൊന്നാണ് ക്യാമ്പ് നൗവിൽ ബാഴ്സലോണ ആരാധകരെ നിശബ്ദരാക്കിയ കാമ കാമ. ഇന്ന് പല മത്സരങ്ങളിലും എതിരാളികളുടെ വല കുലുക്കിയ ശേഷം യമാൽ ഇതേ കാമ സെലിബ്രേഷൻ ആവർത്തിക്കാറുണ്ട്. കൂടെ പ്രായത്തിൽ കവിഞ്ഞ വർത്തമാനങ്ങൾ കൊണ്ട് റയൽ ഫാൻസിൻ്റെ കണ്ണിലെ കരട് കൂടിയാണ് ലെമീൻ യമാൽ. ഇത് മാത്രമല്ല, പോർച്ചുഗീസ് ലെഫ്റ്റ് ബാക്ക് ന്യൂനോ മെൻഡിസും യമാലും തമ്മിലുള്ള വിങ് ബാക്ക് പോരാട്ടവും കളിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആവും. നേഷൻസ് ലീഗ് ഫൈനലിൽ യമാലിനെ പൂട്ടിയത് മെൻഡിസാണ്. യമാലിൻ്റെ ഡ്രിബ്ലിങ്ങുകളെ മെൻഡിസ് ഇക്കുറി എങ്ങനെ പൂട്ടുമെന്ന് കണ്ടു തന്നെ അറിയണം. വിറ്റീഞ്ഞ വേഴ്സസ് പെട്രി, റാഫേൽ ലിയാവോ വേഴ്സസ് പെട്രോ പോറോ, ബ്രൂണോ വേഴ്സസ് റോഡ്രി എന്നിങ്ങനെ തീപ്പാറും പോരാട്ടങ്ങൾ ഈ മത്സരത്തിൽ വേറെയും കാണാനുണ്ട്. നിലവിലെ ഫോം നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് സ്പെയിനിന് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. ആദ്യ മത്സരത്തിൽ കേപ്പ് വെർഡെക്കെതിരെ കുരുങ്ങിയ ശേഷം സകല ചങ്ങലകളും പൊട്ടിച്ചാണ് സ്പെയിൻ വരുന്നത്. റാഫ് റാഗ്നിക്കിൻ്റെ കരുത്തരായ ഓസ്ട്രിയയെ നിൽക്കാൻ പോലും ലാഫുയൻ്റെയുടെ കുട്ടികൾ അനുവദിച്ചിട്ടില്ല. 4 ഗോളുകളുമായി മുന്നിട്ട് നിൽക്കുന്ന മിക്കേൽ ഒയർസബാലിൻ്റെ തകർപ്പൻ ഫോം സ്പെയിനിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. പന്ത് നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ കൂട്ടത്തോടെ വന്ന് പ്രസ് ചെയ്ത് പന്ത് തിരിച്ചു പിടിക്കുന്ന ടോട്ടൽ പ്രസ്സിംഗ് ശൈലിയാണ് സ്പെയിനിൻ്റേത്. കൂടെ ഗോൾ കീപ്പർ ഉനായ് സിമോൺ ഇക്കേർ കസിയസിൻ്റെ ക്ലീൻ ഷീറ്റ് റെക്കോർഡും മറികടന്നിട്ടുണ്ട്. ഈ ടൂർണമെൻറ്റിൽ ഇതുവരെ സ്പെയിൻ ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്തിട്ടില്ല എന്നതോർക്കണം. മറുവശത്ത് പോർച്ചുഗലിൻ്റെ കാര്യത്തിൽ സ്വന്തം ആരാധകർക്ക് പോലും സംതൃപ്തിയില്ല. ക്രൊയേഷ്യക്കെതിരായ 2-1 ആവേശജയത്തിലും ചോദ്യങ്ങൾ ഒരുപാട് ബാക്കി നിൽക്കുന്നു. പെനൽറ്റിയിലൂടെ ലോകകപ്പ് നോക്കൌട്ടിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് റൊണാൾഡോ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒപ്പം നോക്കൌട്ടിൽ ഗോളില്ലെന്ന വിമർശനവും മാറ്റി. പക്ഷേ ക്രൊയേഷ്യൻ മധ്യനിര അവരുടെ ഡിഫൻസിനെ പലപ്പോഴും വിറപ്പിച്ചിരുന്നു. അവസാന നിമിഷത്തെ ക്രൊയേഷ്യൻ ഗോളിൽ നിന്ന് വാറാണ് പോർച്ചുഗീസ് പടയെ രക്ഷിച്ചു നിർത്തിയത്. സ്പെയിനിനെ പോലെ അതിവേഗം പാസ് ചെയ്യുന്ന ക്ലിനിക്കൽ ടീമിനെതിരെ ഈ അബദ്ധങ്ങൾ ആവർത്തിച്ചാൽ പോർച്ചുഗലിന് വലിയ വില നൽകേണ്ടി വരും. പക്ഷേ സ്ക്വാഡ് ലൈനപ്പ് നോക്കിയാൽ ഏതൊരു ടീമിനെയും ഏതൊരു ദിവസവും മറിച്ചിടാനുള്ള കരുത്ത് ഈ പറങ്കിപ്പടക്കമുണ്ട്. ലെഗസിയും ഫ്യൂച്ചറും ഒരേ പുൽത്തകിടിയിൽ ഏറ്റുമുട്ടുമ്പോൾ ഈ ഐബീരിയൻ ഡെർബിയിൽ ജയം ആർക്കൊപ്പമായിരിക്കും? റോണോയുടെ അനുഭവ സമ്പത്തോ അതോ യമാലിൻ്റെ യുവത്വത്തിൻ്റെ ചോരത്തിളപ്പോ? നോക്കാം.